വോട്ടെല്ലാം യന്ത്രത്തിൽ ഭദ്രമായതോടെ മുന്നണി ക്യാമ്പുകളിൽ കൂട്ടലും കിഴിക്കലും തകൃതി. 10 സീറ്റ് വരെ നേടുമെന്നാണ് LDF വിലയിരുത്തൽ. 7 മുതൽ 9 സീറ്റ് വരെയെന്ന് UDF കേന്ദ്രങ്ങളും പറയുന്നു. തൃശൂർ മണ്ഡലത്തിൽ താമര വിരിയുമെന്ന് NDAയും ഉറപ്പിക്കുന്നു. തൃശൂരും മണലൂരും ചാലക്കുടിയും ഒഴികെയുള്ള മണ്ഡലങ്ങൾ ഒപ്പം നിന്നിട്ടുണ്ടെന്നാണ് LDF കണക്കെടുപ്പ്. ഈ 3 മണ്ഡലങ്ങൾ പ്രവചനാതീതമാണെന്നും ഇടതു കേന്ദ്രങ്ങൾ പറയുന്നു. എന്നാൽ ഈ 3-നൊപ്പം കൊടുങ്ങല്ലൂരും വടക്കാഞ്ചേരിയും കൂടി UDFന്റെ ഉറപ്പുള്ള ലിസ്റ്റിലുണ്ട്. ഒല്ലൂരിൽ അട്ടിമറി ഉണ്ടാകുമെന്നും നാട്ടികയിൽ CC മുകുന്ദൻ ഫാക്ടർ പ്രവർത്തിച്ചാൽ മണ്ഡലം കൂടെ പോരുമെന്നും നേതൃത്വത്തിന് ആത്മവിശ്വാസം. ഗുരുവായൂരിലും UDF പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. പുതുക്കാട് സിറ്റിംഗ് MLAക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ബൂത്ത് തലത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. തൃശൂർ മണ്ഡലത്തിലാണ് BJPയുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ തിളക്കം. മണലൂരാണ് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച മറ്റൊരു മണ്ഡലം. പുതുക്കാടും BJP വോട്ടിലെ നേട്ടം പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പരമാവധി പ്രചാരം നൽകാൻ കഴിഞ്ഞത് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് LDF നേതൃത്വം കരുതുന്നു. സിറ്റിംഗ് MLAമാരെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും രംഗത്തിറക്കിയത് ഗുണം ചെയ്തു. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം വൈകിയതും നേതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങളും ജനങ്ങൾക്കിടയിൽ അവരോട് മടുപ്പുളവാക്കി. വയനാട് ഫണ്ട് വിവാദം ജില്ലയിലും UDFനെ ബാധിച്ചു. BJP നേതാക്കളുടെ പരാമർശങ്ങൾ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ LDFനോട് അടുപ്പിച്ചു. സംഘടനാപരമായി നേരത്തെ നടത്തിയ മുന്നൊരുക്കങ്ങളിലും പോളിംഗ് ദിനത്തിൽ തങ്ങളുടെ വോട്ടർമാരെ പരമാവധി ബൂത്തിലെത്തിക്കുന്നതിലും ഏറെ മുന്നിലെത്തി. ഇങ്ങനെ പോകുന്നു ഇടതുമുന്നണിയുടെ വിലയിരുത്തലുകൾ. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ വോട്ടർമാരുടെ പ്രതികരണത്തിൽ ആശങ്കയുമുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ വേലിയേറ്റമാണ് 13 മണ്ഡലങ്ങളിലും ദൃശ്യമായതെന്ന് UDF നേതാക്കൾ പറയുന്നു. ഓരോ മണ്ഡലത്തിലെയും വികസന പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞുള്ള പ്രചരണം ഗുണം ചെയ്തുവെന്നാണ് കണക്കുകൂട്ടൽ. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും അക്കാര്യത്തിൽ ഭരണതലത്തിലെ വീഴ്ചകളും അഴിമതിയും ആരോപിക്കപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നതും പ്രളയം നാശം വിതച്ച മണ്ഡലങ്ങളിൽ സജീവ ചർച്ചയാക്കാൻ UDF ശ്രമിച്ചിരുന്നു. 5 ഗ്യാരണ്ടി പ്രഖ്യാപനം വോട്ടർമാരെ സ്വാധീനിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFനെതിരായ ശക്തമായ ജനവികാരം നിലനിൽക്കുന്നു. FCRA അടക്കമുള്ള കേന്ദ്ര സർക്കാർ നടപടികളോടുള്ള പ്രതിഷേധം ക്രൈസ്തവ വോട്ടുകൾ UDFന് അനുകൂലമാക്കി. BJP CPM ഡീൽ ആരോപണത്തിന് മൂർച്ച കൂട്ടിയത് ന്യൂനപക്ഷ വോട്ടുകൾ കൈവിടാതെ കാത്തു തുടങ്ങിയവയാണ് UDF അനുകൂലമായി കാണുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കാൻ NDA സ്ഥാനാർത്ഥികൾ ജയിച്ചു വരണമെന്ന പ്രചരണം ഗുണം ചെയ്തുവെന്നാണ് BJP വിലയിരുത്തൽ. ഇരു മുന്നണികളെയും മടുത്ത വലിയ വിഭാഗം വോട്ടർമാരുണ്ടെന്നും BJP കരുതുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചതുപോലുള്ള മുന്നേറ്റം ഉണ്ടാകില്ലെങ്കിലും കരുത്തറിയിക്കുന്ന പ്രകടനം ഉറപ്പെന്ന് നേതൃത്വം പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുണച്ച ക്രൈസ്തവ വോട്ടുകൾ കൈവിട്ടു പോയിട്ടില്ല. സാമുദായികമായി BJPക്ക് അനുകൂലമായ ധ്രുവീകരണം ഉണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി നടത്തിയ പ്രചരണം ഗുണം ചെയ്തു. ഇങ്ങനെ പോകുന്നു അന്തിമ ചർച്ചകൾ. എന്തായാലും കൂട്ടലിനും കിഴിക്കലിനും ഇനിയും ഏറെ സമയമുണ്ട്. ആ രാഷ്ട്രീയ ഗണിതശാസ്ത്രത്തിൽ ആരുടെ കണക്ക് തെറ്റുമെന്ന് കണ്ടുതന്നെ അറിയണം. തൃശ്ശൂരിൽ നിന്നും KB ലിബീഷ്, TCV.